സൗണ്ട് എന്നുള്ള ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരുന്നത്. അപ്പോൾ അതിൽ ഇനി നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഫ്രീക്വൻസി അല്ലെങ്കിൽ അതിൻ്റെ വേവ്സിനെ കുറിച്ചാണ്. സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന ഒരു വൈബ്രേറ്റിംഗ് ഒബ്ജക്റ്റിൻ്റെ വൈബ്രേഷനും ആ വൈബ്രേഷൻ്റെ ഫലമായി ഉണ്ടാകുന്ന വേവ്സും ഒക്കെയാണ് നമ്മളിനി ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഒരു വേവിനെ കുറിച്ച് പറയുന്ന സമയത്ത് അതിൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട പ്രത്യേകതകളാണ് ആംപ്ലിറ്റ്യൂഡ്, ടൈം പീരിയഡ്, ഫ്രീക്വൻസി. ഒരു വൈബ്രേഷൻ്റെ ഏറ്റവും പ്രധാനപ്പെട്ട ഘടകങ്ങളാണ് ആംപ്ലിറ്റ്യൂഡും ടൈം പീരിയഡും ഫ്രീക്വൻസിയും. അതാണ് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ചിത്രത്തിൽ കാണുന്ന സാധനം ഒരു സിമ്പിൾ പെൻഡുലാണ്. നിങ്ങൾ സിമ്പിൾ പെൻഡുലത്തെ കുറിച്ച് മുൻപ് ചില ക്ലാസ്സുകളിലൊക്കെ സിമ്പിളായിട്ട് പഠിച്ചിട്ടുണ്ടാവും. എന്താണ് സിമ്പിൾ പെൻഡുലം എന്നുള്ളത് നിങ്ങൾ പഠിച്ചിട്ടുണ്ടാവും. ചിലപ്പോൾ നിങ്ങളത് ലാബിലെ എക്സ്പെരിമെൻറ്റിലൊക്കെ ചെയ്തിട്ടുണ്ടാവും. വൈബ്രേഷൻ എന്ന് പറഞ്ഞാൽ നമ്മൾ മുമ്പ് പറഞ്ഞു ടു ആൻഡ് ഫ്രോ മോഷനാണ്. ഒരു ഒബ്ജക്റ്റ് മുമ്പോട്ടും പുറകോട്ടും മൂവ് ചെയ്യുന്നതാണ് നമ്മൾ വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേറ്ററി മോഷൻ എന്നൊക്കെ വിളിക്കുക. നമ്മൾ ഊഞ്ഞാലാടുന്ന സമയത്ത് അതൊരു വൈബ്രേറ്ററി മോഷനാണ്, ഒരു ഓസിലേറ്ററി മോഷനാണ്, ഒരു ഓസിലേഷനാണ്. അപ്പോൾ ടു ആൻഡ് ഫ്രോ മോഷനെയാണ് നമ്മൾ വൈബ്രേഷൻ അല്ലെങ്കിൽ ഓസിലേഷൻ എന്ന് വിളിക്കുക. ഇപ്പം നിങ്ങളുടെ ചിത്രത്തിൽ കാണുന്ന സാധനം ഒരു സിമ്പിൾ പെൻഡുലാണ്. അതിന് 3 പൊസിഷൻസ് ഉണ്ട്, ഒ, എ, ബി. അപ്പോൾ ഒ എന്ന പൊസിഷനിൽ നിന്ന് ബി എന്ന പൊസിഷനിലേക്ക് പോയി അവിടെ നിന്ന് എ എന്ന പൊസിഷനിലെത്തി വീണ്ടും തിരിച്ച് ഒ എന്ന പൊസിഷനിലെത്തുക. അപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. അല്ലെങ്കിൽ എയിൽ നിന്ന് തുടങ്ങി ബിയിലേക്ക് പോയി ബിയിൽ നിന്ന് തിരിച്ച് വീണ്ടും എയിലെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. മനസ്സിലായല്ലോ? അതങ്ങനെ കംപ്ലീറ്റ് ചെയ്തുകൊണ്ടേ നിൽക്കും. അപ്പോൾ ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഓസിലേറ്റിംഗ് ബോഡി ഫ്രം ഇറ്റ്സ് സെൻട്രൽ പൊസിഷൻ ഇസ് കോൾഡ് ആംപ്ലിറ്റ്യൂഡ്. പ്രധാനപ്പെട്ട ഒരു ടേമാണ് ആംപ്ലിറ്റ്യൂഡ്. ആംപ്ലിറ്റ്യൂഡ് എന്ന് പറഞ്ഞാൽ ദ മാക്സിമം ഡിസ്പ്ലേസ്മെൻറ്റ് ഓഫ് ആൻ ഓസിലേറ്റിംഗ് ബോഡി. ഒരു ഓസിലേറ്റിംഗ് ബോഡിയുടെ മാക്സിമം ഡിസ്പ്ലേസ്മെൻ്റ് ആണ് ഫ്രം ഇറ്റ്സ് സെൻട്രൽ പോയിന്റ്. അതിൻ്റെ സെൻട്രൽ പോയിന്റിൽ നിന്ന് അത് എത്ര കൂടുതൽ ഡിസ്പ്ലേസ് ചെയ്യുന്നു എന്നുള്ളതാണ് നമ്മൾ നോക്കുന്നത്. അപ്പോൾ ഒയിൽ നിന്ന് ബിയിലേക്ക് എത്തുക. അപ്പോൾ ഒ ടു ബി ഉള്ള ഡിസ്റ്റൻസിനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. മനസ്സിലായല്ലോ? ഒ ടു ബി എന്നുള്ള പൊസിഷൻ, ആ ഒരു ഇതിനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. അപ്പോൾ നമ്മൾ പ്രൊഡ്യൂസ് ചെയ്യുന്ന വൈബ്രേറ്റിംഗ് ബോഡിയുടെ ആംപ്ലിറ്റ്യൂഡ് എത്രയാണോ അതിനനുസരിച്ച് സൗണ്ടിൽ വ്യത്യാസം വരും. ദ മോഷൻ ഓഫ് ദി പെൻഡുലം ഫ്രം വൺ എക്സ്ട്രീം പൊസിഷൻ ടു ദി അതർ എക്സ്ട്രീം പൊസിഷൻ ആൻഡ് ബാക്ക് ഈസ് കോൾഡ് ഓസിലേഷൻ. എ ടു ബി ആൻഡ് ബാക്ക് ടു എ എന്ന് പറഞ്ഞു. എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി ബിയിൽ നിന്ന് തിരിച്ച് വീണ്ടും എയിലെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. അതിനാണ് നമ്മൾ ഓസിലേഷൻ എന്ന് വിളിക്കുക. ദ മോഷൻ ഓഫ് പെൻഡുലം ഫ്രം വൺ എക്സ്ട്രീം പോയിന്റ്. അല്ലെ ഓയിൽ നിന്ന് തുടങ്ങി ബിയിൽ പോയി തിരിച്ച് എയിൽ പോയി വീണ്ടും ഓയിലെത്തുക. എവിടെ നിന്നാണോ തുടങ്ങുന്നത് അവിടെ തന്നെ വീണ്ടും തിരിച്ചെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുന്നത്. അപ്പോൾ നമ്മളൊരു എൻഡ് എടുത്തു കഴിഞ്ഞാൽ എയിൽ നിന്ന് തുടങ്ങി ബിയിൽ പോയി വീണ്ടും തിരിച്ച് എയിലെത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. ഇനി അതിനെടുക്കുന്ന ടൈം, അതിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുക. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ വേണ്ടി എടുക്കുന്ന ടൈമിനെയാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുക. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എടുക്കുന്ന ടൈം, അതിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുക. ഇനി ഒരു സെക്കൻഡിൽ നിൽക്കുന്ന ഓസിലേഷനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻസ് ഉണ്ടാവുന്നോ അതിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുക. അതിൻ്റെ യൂണിറ്റാണ് ഹെർട്സ് എന്ന് പറയുന്ന യൂണിറ്റ് ഹെർട്സ് ആണ്. പറഞ്ഞ കാര്യങ്ങളൊക്കെ ഞാൻ ഒന്നുകൂടെ പറയാം. ഒന്നുകൂടെ പറഞ്ഞാൽ നിങ്ങൾക്ക് അത് ക്ലിയർ ആവുമെന്നാണ് എനിക്ക് തോന്നുന്നത്. നമ്മൾ ഓസിലേഷൻ എന്ന് പറഞ്ഞാൽ ഒരു എക്സ്ട്രീം പോയിന്റിൽ നിന്ന് മറ്റേ എക്സ്ട്രീം എൻഡിലെത്തി അവിടെ നിന്ന് തിരിച്ച് വീണ്ടും ആദ്യത്തെ പോയിന്റിൽ തന്നെ എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. അപ്പോൾ എയിൽ നിന്ന് തുടങ്ങി ബിയിലെത്തി വീണ്ടും തിരിച്ച് എയിൽ തന്നെ വരുമ്പോഴേക്കും ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവും. ഇനി ഒ എന്ന് പറയുന്ന സെൻട്രൽ പോയിന്റിൽ നിന്ന് എത്ര ഡിസ്പ്ലേസ്മെൻ്റ് ഉണ്ടാവുന്നു അതിനാണ് നമ്മൾ ആംപ്ലിറ്റ്യൂഡ് എന്ന് വിളിക്കുക. ആംപ്ലിറ്റ്യൂഡ് സാധാരണഗതിയിൽ നമ്മളൊരു വേവിനെ റെപ്രസെൻ്റ് ചെയ്യാറ് ഇങ്ങനെയാണ്. ഓക്കെ, സെൻട്രലോടെ വരയ്ക്കും. ഓക്കെ, അപ്പോൾ ഇവിടെ നിന്ന് ഇങ്ങോട്ടേക്ക് ഉണ്ടാവുന്നതാണ് നമ്മളിതിൻ്റെ ആംപ്ലിറ്റ്യൂഡായിട്ട് പറയുന്നത്. ഓക്കെ, വേവ് ലെങ്ത് ഉണ്ട്, നമ്മൾ പിന്നീട് പറയും. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവാന്നാണ് ഇവിടെ നിന്ന് ഇങ്ങനെ തുടങ്ങി ഇവിടെ എത്തുമ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ആവുക. മനസ്സിലായല്ലോ? അപ്പോൾ ഇതിനെ ഇങ്ങനെ ഓസിലേറ്റ് ചെയ്യാന്ന് അർത്ഥം. ഈ ഒരു രീതിയിലുള്ള ഓസിലേഷൻ അതാണ് നമ്മൾ എടുക്കുന്നത്. അപ്പോൾ ഒരു എൻഡിൽ നിന്ന് തുടങ്ങി മറ്റേ എൻഡിലെത്തി വീണ്ടും പഴയ പൊസിഷനിൽ തന്നെ എത്തുക. അപ്പോഴാണ് ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യുക. ടൈം പീരീഡ് എന്ന് പറഞ്ഞാൽ ഒരു ഓസിലേഷൻ എടുക്കുന്ന ടൈം. ഒരു ഓസിലേഷൻ കംപ്ലീറ്റ് ചെയ്യാൻ എത്രയാണോ സമയം അതിനാണ് നമ്മൾ ടൈം പീരീഡ് എന്ന് വിളിക്കുക. ഇനി ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ ഒരു സെക്കൻഡിൽ എത്ര ഓസിലേഷൻ ഉണ്ട് അതിനാണ് നമ്മൾ
ഫ്രീക്വൻസി എന്ന് വിളിക്കാം. അപ്പോൾ എന്ത് സംഭവിക്കും? ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഓസിലേഷൻ്റെ എണ്ണം കുറയും അല്ലേ? അതായത് ടൈം പീരീഡ് കൂടുന്നർത്ഥം. ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടൈം പീരീഡ് കൂടും, അതിനനുസരിച്ച് ഫ്രീക്വൻസി കുറയും. മനസ്സിലായോ? അപ്പോൾ ഉദാഹരണത്തിന് ഓയിൽ നിന്ന് ബിയിലേക്ക് പോയി തിരിച്ച് എയിലേക്ക് എത്താനുള്ള സമയം, ആ ബി എന്ന് പറയുന്ന പൊസിഷൻ ഇവിടെയാണെന്ന് സങ്കല്പിക്കുക, എ ഇവിടെയാണെന്ന് സങ്കല്പിക്കുക. അപ്പോൾ സ്വാഭാവികമായിട്ട് ആംപ്ലിറ്റ്യൂഡ് കൂടി അല്ലേ? ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ഓസിലേറ്റ് ചെയ്യാനുള്ള എടുക്കുന്ന ടൈം കൂടും. മനസ്സിലാകുന്നുണ്ടോ? സ്വാഭാവികമായിട്ട് ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിനനുസരിച്ച് ടൈം പീരീഡിൽ വ്യത്യാസം വരും. ടൈം പീരീഡിൽ വ്യത്യാസം വരുന്നതിനനുസരിച്ച് ഫ്രീക്വൻസിയിൽ വ്യത്യാസം വരും. ഫ്രീക്വൻസി എന്ന് പറഞ്ഞാൽ നമ്പർ ഓഫ് ഓസിലേഷൻസ് പെർ സെക്കൻഡ് ആണ്. ഒരു സെക്കൻഡിലുള്ള നമ്പർ ഓഫ് ഓസിലേഷൻസിനാണ് നമ്മൾ ഫ്രീക്വൻസി എന്ന് വിളിക്കുന്നത്. യൂണിറ്റ്, ഫ്രീക്വൻസിയുടെ യൂണിറ്റ് എന്ന് പറയുന്നത് ഹേർട്സ് എന്ന് പറയുന്ന യൂണിറ്റ് ആണ്. ഹേർട്സ്. ക്ലിയർ ആണല്ലോ? ഇനി ലൗഡ്നെസ് ആൻഡ് പിച്ച് ഓഫ് ദി സൗണ്ട്. ലൗഡ്നെസ് ഓഫ് ദി സൗണ്ട് ഡിപ്പെൻഡ്സ് അപ്പോൺ ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് വൈബ്രേഷൻ. ആംപ്ലിറ്റ്യൂഡ് എത്ര കൂടുതലാണ് അത്രയുമാണ് അതിൻ്റെ ലൗഡ്നെസ് ഉണ്ടാവുക. The loudness of sound depends upon the amplitude of vibration. If the amplitude is less, the sound is feeble. ആംപ്ലിറ്റ്യൂഡ് കുറവാണെങ്കിൽ വളരെ ചെറിയ സൗണ്ട് ആയിരിക്കും. ആംപ്ലിറ്റ്യൂഡ് കൂടുതലനുസരിച്ച് സൗണ്ട് എന്ത് ചെയ്യും? ലൗഡായി വരും. ഓക്കെ, ലൗഡ്നെസ്സും ഇത് വ്യത്യാസമുണ്ടല്ലേ? ഫ്രീക്വൻസിയും ലൗഡ്നെസ്സും തമ്മിൽ വ്യത്യാസമുണ്ട്, മനസ്സിലാവും, പറയാം. അപ്പോൾ ലൗഡ്നെസ് എത്രത്തോളം കൂടുന്നോ ആംപ്ലിറ്റ്യൂഡ് എത്രത്തോളം കൂടുന്നോ അത്രത്തോളം ലൗഡ്നെസ് കൂടും. ഭയങ്കര ഒച്ച നമ്മൾ പറയില്ലേ, അത് ലൗഡ്നെസ് ആണ്. ആംപ്ലിറ്റ്യൂഡ് കൂടാണ്. അതിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബലാണ്. ആംപ്ലിറ്റ്യൂഡ് ലൗഡ്നെസ്സിൻ്റെ യൂണിറ്റ് എന്ന് പറയുന്നത് ഡെസിബലാണ്. ഇനി എന്താണ് പിച്ച് എന്നാണ്. The pitch of the sound depends upon the frequency of vibration. ഫ്രീക്വൻസി ഡിപ്പെൻഡ് ചെയ്തിട്ടാണ് പിച്ച് ഉണ്ടാവുന്നത്. ഇഫ് ദ ഫ്രീക്വൻസി ഇസ് ലെസ്, സൗണ്ട് ഇസ് ലോ, ഹാസ് ലോ പിച്ച്. ഫ്രീക്വൻസി കുറവാണ്, ലോ പിച്ച് ആയിരിക്കും. Okay, the sound of drum, sound of an adult, etc., etc. If the frequency is more, the sound is high pitch. Sound of a whistle, sound of a baby, etc. അപ്പോൾ ഈ പിച്ച് കൂടുന്നതിനനുസരിച്ച്, ഫ്രീക്വൻസി കുറയുന്നതിനനുസരിച്ച് പിച്ച് കുറയും. ഫ്രീക്വൻസി കൂടുന്നതിനനുസരിച്ച് പിച്ച് കൂടും. ശരിക്കും പിച്ച് കൂടിയ സൗണ്ട് തുളച്ച് കയറുന്ന സൗണ്ട് ആയിരിക്കും. ചെറിയ കുട്ടികളെ കരയുന്നത് ഭയങ്കര അസ്വസ്ഥമായിരിക്കും അല്ലേ? നമ്മൾ ചെവിയിൽ ഇങ്ങനെ തുളച്ച് കയറും, നമുക്ക് ഭയങ്കര അസ്വസ്ഥ ഉണ്ടാവും. വിസിലിൻ്റെ സൗണ്ട് ഒക്കെ പിച്ച് കൂടിയാണ്. സ്ത്രീകളുടെ സൗണ്ടിന് പിച്ച് കൂടുതലാണ്. അപ്പം അങ്ങനെയുള്ള സൗണ്ട് ഒരു തുളച്ച് കയറുന്ന സൗണ്ട് ആയിരിക്കും. അപ്പോൾ ഫ്രീക്വൻസിക്ക് അനുസരിച്ചാണ് പിച്ച് ഉണ്ടാവുക, ആംപ്ലിറ്റ്യൂഡിനനുസരിച്ചാണ് ലൗഡ്നെസ് ഉണ്ടാവുക. ഇനി സൗണ്ട് ഓഡിയബിൾ സൗണ്ടും ഇനോഡിയബിൾ സൗണ്ടും ഉണ്ട്. ഓഡിയബിൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ സൗണ്ട് വിച്ച് വി ക്യാൻ ഹിയർ, മനുഷ്യന് കേൾക്കാൻ കഴിയുന്ന സൗണ്ടിനാണ് നമ്മൾ ഓഡിയബിൾ സൗണ്ട് എന്നുള്ളത്. ഫ്രീക്വൻസി 20 ഹെർട്സിനും 20,000 ഹെർട്സിനും ഇടയിലാണ്. 20 ഒരു സെക്കൻഡിൽ ഒന്നുകിൽ ഏറ്റവും കുറഞ്ഞ 20 വൈബ്രേഷൻ വേണം, അല്ലെങ്കിൽ 20,000 വൈബ്രേഷനെങ്കിലും വരെ നമുക്കുള്ള സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയും. അപ്പോൾ നമ്മളൊരു സൗണ്ട് കേൾക്കുന്നുണ്ടെങ്കിൽ ആ സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യുന്ന സാധനം ഏറ്റവും കുറഞ്ഞത് 20 വൈബ്രേഷൻസ് പെർ സെക്കൻഡ് ചെയ്തിരിക്കണം, എന്നാലും നമുക്ക് കേൾക്കാൻ കഴിയുള്ളൂ. അത് 20,000 വൈബ്രേഷൻസ് വരെയാണ് നമുക്ക് കേൾക്കാം. അതിന് മുകളിലും കേൾക്കാൻ കഴിയില്ല, 20,000 താഴെ നമുക്ക് കേൾക്കാൻ കഴിയില്ല. അപ്പോൾ അതിനിടയ്ക്കുള്ള സൗണ്ടിനാണ് നമ്മൾ ഓഡിയബിൾ സൗണ്ട് എന്ന് വിളിക്കുന്നത്. സൗണ്ട് വിച്ച് വി ക്യാൻ ഹിയർ. ഫ്രീക്വൻസീസ് ബിറ്റ്വീൻ 20 ഹെർട്സ് ആൻഡ് 20,000 ഹെർട്സ്, അല്ലെങ്കിൽ 20 കിലോ ഹെർട്സ്. 20,000 ഹെർട്സിന് നമ്മൾ 20 കിലോ ഹെർട്സ് എന്ന് നമ്മൾ പറയാറുണ്ട്. കിലോ ഹെർട്സിനെ റെപ്രസെൻ്റ് ചെയ്യാൻ KHZ എന്നാണ് നമ്മൾ എഴുതുക. ഇനി ഇനോഡിയബിൾ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഇസ് എ സൗണ്ട്, ഇനോഡിയബിൾ സൗണ്ട് ഇസ് എ സൗണ്ട് വിച്ച് വി കനോട്ട് ഹിയർ, നമുക്ക് കേൾക്കാൻ കഴിയില്ല. അതിൻ്റെ ഫ്രീക്വൻസി ഒന്നുകിൽ ലെസ് ദാൻ 20 ഹെർട്സ് ആയിരിക്കും, അല്ലെങ്കിൽ മോർ ദാൻ 20,000 ഹെർട്സ് ആയിരിക്കും. ഓക്കെ, ഒന്നുകിൽ 20 ഹെർട്സിന് താഴെ അല്ലെങ്കിൽ 20 കിലോ ഹെർട്സിന് മേലെ ആ സൗണ്ട് നമുക്ക് കേൾക്കാൻ കഴിയില്ല. അങ്ങനെ സൗണ്ടിനാണ് നമ്മൾ ഇനോഡിയബിൾ സൗണ്ട് എന്ന് വിളിക്കുക. സൗണ്ട് ഹൂസ് ഫ്രീക്വൻസീസ് ആർ മോർ ദാൻ 20,000 ഹെർട്സ് ഈസ് കോൾഡ് അൾട്രാസോണിക് സൗണ്ട്. 20 കിലോ ഹെർട്സിന് മുകളിലുള്ള ശബ്ദത്തെ നമ്മൾ അൾട്രാസോണിക് സൗണ്ട് എന്ന് വിളിക്കും. അതേപോലെ 20 ഹെർട്സിന് താഴെയുള്ള സൗണ്ട് നമ്മൾ ഇൻഫ്രാസോണിക് സൗണ്ട് എന്ന് നമ്മൾ വിളിക്കും. എന്നാലും മറ്റു മൃഗങ്ങൾക്ക് ഈ ഇൻഫ്രാസോണിക് സൗണ്ടും അൾട്രാസോണിക് സൗണ്ടും ഒക്കെ കേൾക്കാൻ വേണ്ടി കഴിയും. നമ്മളെ
ബാറ്റ്, അതായത് വവ്വാൽ സഞ്ചരിക്കുന്നത് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്തിട്ടാണ്. അൾട്രാസോണിക് സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും, ആ സൗണ്ട് തിരിച്ചു വരുന്നത് അനുസരിച്ചാണ് ആ ജീവി സഞ്ചരിക്കുന്നത്. അതുപോലെ തന്നെ നമ്മൾ പോലീസ് നായകൾക്കൊക്കെ വിസിലുണ്ടാവും, ആ വിസിലിൻ്റെ ശബ്ദം നമുക്ക് കേൾക്കാൻ കഴിയില്ല, എന്നാൽ ആ വിസിലിൻ്റെ ശബ്ദം നായകൾക്ക് കേൾക്കാൻ കഴിയും, കാരണം അത് നമ്മൾ ഉപയോഗിക്കുക അൾട്രാസോണിക് സൗണ്ടാണ്. അതേപോലെ ഇൻഫ്രാസോണിക് സൗണ്ട് ആണെങ്കിൽ നമുക്ക് കേൾക്കാൻ കഴിയില്ല. നമ്മൾ സാധാരണ പണ്ട് സുനാമി ഉണ്ടായ സമയത്ത് അതിൽ മൃഗങ്ങളൊന്നും കാര്യമായിട്ട് പെട്ടിട്ടില്ല. പല കടൽ തീരത്തും ആനകളൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ സുനാമി വന്നപ്പോൾ ആനയെ കൂടി രക്ഷപ്പെട്ടു. അതിൻ്റെ കാരണമായിട്ട് പറയുന്നത് ആ സമയത്ത് ഉണ്ടാകുന്ന സൗണ്ട് അത് നമുക്ക് കേൾക്കാൻ കഴിയില്ല, മൃഗങ്ങൾക്കത് കേൾക്കാം എന്നുള്ളതാണ്. ഇനി നോയ്സ് ആൻഡ് മ്യൂസിക്കൽ സൗണ്ട്. എന്താണ് നോയ്സും മ്യൂസിക്കും എന്നാണ്? നോയ്സ് എന്ന് പറഞ്ഞാൽ അൺപ്ലസൻറ്റ് സൗണ്ട്, നമുക്ക് കേൾക്കാൻ ഇഷ്ടമില്ലാത്ത സൗണ്ട്, ഇറഗുലർ വൈബ്രേഷൻ കൊണ്ട് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട്, അതിനാണ് നമ്മൾ നോയ്സ് എന്ന് വിളിക്കുക. നമ്മളൊരു ക്ലാസ് റൂമിൽ എല്ലാവരും കൂടെ ഒരുമിച്ച് ഒച്ചപ്പാടുണ്ടാക്കുക, അത് നോയ്സാണ്. വാഹനങ്ങളുടെയൊക്കെ ഹോണൊക്കെ പ്രൊഡ്യൂസ് ചെയ്യുന്ന സൗണ്ടൊക്കെ നോയ്സാണ്. ഒരാൾ പാട്ട് പാടുമ്പോൾ അത് മ്യൂസിക് ആയിരിക്കും, പക്ഷെ ആ പാട്ട് പാടുന്ന ആൾക്കനുസരിച്ച് ചിലപ്പോൾ എന്താവാം, ഒരാൾ പാട്ട് പാടുന്ന സാധനം മ്യൂസിക്കാണ്, എന്നാൽ പാടുന്ന ആൾക്കനുസരിച്ച് ചിലപ്പോൾ നോയ്സും ആവാം. മനസ്സിലായല്ലോ? മ്യൂസിക്കൽ സൗണ്ട് എന്നാണ് വെച്ച് പ്ലസിങ് സൗണ്ട്, നമുക്ക് കേൾക്കാൻ സന്തോഷമുള്ള ശബ്ദത്തെയാണ് നമ്മൾ മ്യൂസിക്കൽ സൗണ്ട് എന്ന് വിളിക്കുക. റെഗുലർ വൈബ്രേഷൻ കൊണ്ടാണിത് പ്രൊഡ്യൂസ് ചെയ്യുക. മ്യൂസിക്കൽ ഇൻസ്ട്രുമെൻറ്റ്സ്, ഒരാൾ പാട്ട് പാടുന്നത്, പക്ഷികളുടെ ശബ്ദം, ഇതൊക്കെ നമുക്ക് മ്യൂസിക്കായിട്ട് ഉൾപ്പെടുത്തുക. എന്നാൽ അതേ പക്ഷി കാക്ക ഒരു പക്ഷിയാണ്, അതിൻ്റെ ശബ്ദം നമ്മൾ നോയ്സാണ്, കാരണം നമുക്കത് ഇഷ്ടമല്ല. അപ്പോൾ നമുക്ക് കേൾക്കാൻ സുഖമല്ല, നമുക്ക് ഇഷ്ടപ്പെടുന്ന ശബ്ദത്തെ നമ്മൾ നോയ്സ്, മ്യൂസിക് എന്നും അല്ലാത്തതിന് നമ്മൾ നോയ്സ് എന്നാണ് വിളിക്കാറുള്ളത്. ഈ നോയ്സ് കൊണ്ട് നമുക്ക് കുറേ പ്രശ്നങ്ങളുണ്ട്. അതിൽ പ്രധാനപ്പെട്ട ഒന്ന് നോയ്സ് പൊള്യൂഷനാണ്. ദ പ്രസൻസ് ഓഫ് എക്സസീവ് ഓർ അൺവാണ്ടഡ് സൗണ്ട് ഇൻ ദ എൻവയോൺമെൻറ്റ് ഇസ് കോൾഡ് നോയ്സ് പൊള്യൂഷൻ. അന്തരീക്ഷത്തിലുള്ള എക്സസീവ് ആയിട്ടുള്ള അൺവാണ്ടഡ് സൗണ്ടിനാണ് നമ്മൾ നോയ്സ് പൊള്യൂഷൻ എന്ന് വിളിക്കുക. അതിൻ്റെ കാരണങ്ങൾ പലതാവാം. വാഹനങ്ങളുടെ ശബ്ദമാവാം, പടക്കങ്ങൾ പൊട്ടുന്ന ശബ്ദമാവാം, മെഷീൻസ്, ലൗഡ് സ്പീക്കറിൻ്റെയൊക്കെ ശബ്ദങ്ങളാവാം. അല്ലെങ്കിൽ നമ്മളെ വീട്ടിൽ നിന്നാണെങ്കിൽ ടെലിവിഷനോ റേഡിയോ അല്ലെങ്കിൽ മറ്റ് മ്യൂസിക്കൽ സിസ്റ്റങ്ങളോ, ഇനി എയർ കണ്ടീഷണറോ മിക്സിയോ ഗ്രൈൻഡറോ എന്തും ആവാം. ഇതിൻ്റെ അപകടം എന്ന് പറഞ്ഞാൽ നോയ്സ് പൊല്യൂഷൻ കോസസ് സിവിയർ ഹെൽത്ത് റിലേറ്റഡ് പ്രോബ്ലംസ് ലൈക്ക് ലാക്ക് ഓഫ് സ്ലീപ്പ്. എല്ലാവർക്കും അല്ല, സാധാരണഗതിയിൽ നമുക്കൊക്കെ ശബ്ദം ഉണ്ടെങ്കിൽ ഉറങ്ങാൻ കഴിയില്ല, എന്നാൽ ഏത് ശബ്ദത്തിനും സുഖമായി ഉറങ്ങുന്ന ആളുകളുണ്ടാവും, അവരെക്കുറിച്ചല്ല പറഞ്ഞത്. നോർമൽ കേസിൽ നമുക്ക് ലാക്ക് ഓഫ് സ്ലീപ്പ് ഉണ്ടാവും, ശബ്ദം അമിതമായി നമുക്ക് ഉറക്കം നഷ്ടപ്പെടും, ഹൈപ്പർ ടെൻഷൻ, BP കൂടും, ഹൈ ബ്ലഡ് പ്രഷർ ഉണ്ടാവും, ആങ്സൈറ്റി ഉണ്ടാവും, ഉത്കണ്ഠ ഉണ്ടാവും. ഇനി ഒരാൾ കണ്ടിന്യൂസ് ആയിട്ട് ഇങ്ങനെ ശബ്ദങ്ങൾ കേട്ടുന്നാൽ അയാൾക്ക് പെർമനൻ്റ് അല്ലെങ്കിൽ ടെമ്പററി ഹിയറിംഗ് ഇമ്പയർമെൻ്റ് ഉണ്ടാവാം, കേൾവിശക്തി നഷ്ടപ്പെടാം. ഇനി എങ്ങനെയൊക്കെ നമുക്ക് ഈ നോയ്സ് പൊല്യൂഷൻ കുറയ്ക്കുക എന്നുള്ളതാണ്. നമുക്ക് വാഹനങ്ങൾക്ക് സൈലൻസർ ഫിറ്റ് ചെയ്താൽ, അതായത് ഇൻഡസ്ട്രിയൽ മെഷീൻസിന്, ഹോം അപ്ലയൻസൊക്കെ സൗണ്ട് കുറയ്ക്കാനുള്ള ഉപകരണങ്ങൾ ഫിറ്റ് ചെയ്യാം. ഹോണ് അത്യാവശ്യമായിട്ട് ഉപയോഗിക്കുക. TV റേഡിയോ ഒക്കെ കുറഞ്ഞ വോളിയത്തിൽ വെക്കുക. റോഡ് സൈഡിലൊക്കെ ധാരാളം മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. ബിൽഡിങ്ങുകളുടെ ചുറ്റുഭാഗത്തൊക്കെ മരങ്ങൾ നട്ടുപിടിപ്പിക്കുക. അതിനൊക്കെ നമുക്ക് നോയ്സ് പൊല്യൂഷൻ റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി കഴിയും. നോയ്സ് പൊല്യൂഷൻ ഉണ്ടാക്കുന്ന കുറേ ഉപകരണങ്ങളാണ് ഇതിലൊക്കെ. അതിന് ഇപ്പോൾ നമ്മുടെ വാഹനങ്ങളുടെ സൈലൻസറിൽ ചെറിയൊരു ലീക്ക് ഉണ്ടെങ്കിൽ, ചെറിയൊരു ഹോൾ ഉണ്ടെങ്കിൽ സൗണ്ട് വല്ലാതെ കൂടും, നമുക്കറിയാവുന്ന കാര്യമാണ്. അപ്പോൾ സൗണ്ട് എത്രത്തോളം കുറയ്ക്കാൻ പറ്റുമോ അത്രത്തോളം നമ്മൾ കുറയ്ക്കുക. നമ്മൾ നേരത്തെ ലൗഡ്നെസ്സിനെ കുറിച്ച് പറഞ്ഞിരുന്നു. ലൗഡ്നെസ് എന്ന് പറയുന്നത് ആംപ്ലിറ്റ്യൂഡിൻ്റെ സ്ക്വയർ ആയിട്ടാണ് വരിക. ആംപ്ലിറ്റ്യൂഡ് കൂടുന്നതിൻ്റെ സ്ക്വയർ ആയിട്ട് എന്ത് ചെയ്യും? സൗണ്ട് പ്രൊഡ്യൂസ് ചെയ്യും. ആംപ്ലിറ്റ്യൂഡ് 2 ആണെങ്കിൽ ലൗഡ്നെസ് 4 ആയിരിക്കും അർത്ഥം. നമ്മൾ പറഞ്ഞ ഡെസിബൽ എന്ന് പറയുന്ന യൂണിറ്റാണ് നമ്മൾ അതിനെ എക്സ്പ്രസ് ചെയ്യാറ്. ഒരു നോർമൽ ബ്രീത്തിങ്ങിൻ്റെ ശബ്ദം എന്നാൽ 10 ഡെസിബലാണ്. നമ്മൾ ചെറിയ അടുത്തുള്ള ഒരാൾ സംസാരിക്കുന്ന 30 ഡെസിബലാണ്. നോർമൽ കോൺവെർസേഷൻ 60 ഡെസിബലാണ്. ഒരു ബിസി ട്രാഫിക്കാണ് 70 ഡെസിബലാണ്. ഒരു സാധാരണഗതിയിലുള്ള ഒരു ഫാക്ടറിയിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യപ്പെടുന്ന സൗണ്ട് 80 ഡെസിബലാണ്. 80 ഡെസിബലിന് മുകളിലുള്ള സൗണ്ടൊക്കെ നമുക്ക് ഫിസിക്കലി തന്നെ ഹാംഫുള്ളാവും. 80 ഡെസിബലും 70 ഡെസിബലും ഒക്കെ സൗണ്ട് നോയ്സ് പൊല്യൂഷന് കാരണമാവും. എന്നാൽ 80 ഡെസിബലിന് മുകളിലുള്ള ശബ്ദമൊക്കെ നമ്മൾ നിരന്തരം കേട്ടാൽ നമുക്ക് പലപ്പോഴും ചെവി വേദന ഉൾപ്പെടെയുള്ള പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവാറുണ്ട്. പിന്നെ നമ്മൾ പറഞ്ഞു, ചില മൃഗങ്ങൾക്ക് 20,000 ഹെർട്സിന് മുകളിലുള്ള സൗണ്ട് കേൾക്കാൻ വേണ്ടി കഴിയും. ഓക്കെ, നമ്മൾ പല ആവശ്യങ്ങൾക്കും നമ്മൾ ഈ ഉപകരണങ്ങൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്. നമ്മളെ പിന്നെ സൗണ്ട് സ്കാനിങ് ഒക്കെ സൗണ്ട് ഉപയോഗിച്ചൊക്കെ നമ്മൾ ചെയ്യുന്ന സമയത്തൊക്കെ നമ്മൾ ഇതേപോലുള്ള സൗണ്ടുകൾ നമ്മൾ ഉപയോഗിക്കാറുണ്ട്.
ചില ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് പറഞ്ഞാൽ ചില ആളുകൾക്ക് ടോട്ടൽ ഹിയറിംഗ് ഇമ്പയർമെൻറ്റ് ഉണ്ടാവാം, ചിലപ്പോൾ ജന്മന തന്നെ ഉണ്ടാവാം, അതുപോലെ പാർഷ്യൽ ഡിസബിലിറ്റി ആയിട്ടുണ്ടാവാം, എന്തെങ്കിലും മുറിവോ മറ്റോ ഒക്കെ സംഭവിച്ചിട്ടുണ്ടാവാം. നമുക്ക് അങ്ങനെയുള്ള ആളുകളെയൊക്കെ നമുക്ക് സ്പെഷ്യലായിട്ട് കെയർ ചെയ്യേണ്ടി വരും. അവർക്ക് എഫക്റ്റീവായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാനുള്ള മാർഗ്ഗങ്ങൾ നമ്മൾ ഉപയോഗപ്പെടുത്തി കൊടുക്കേണ്ടി വരും. അപ്പോൾ പലപ്പോഴും ചെറിയ രീതിയിലൊക്കെ കേൾക്കുന്ന ആളുകൾക്കൊക്കെ കേൾക്കാനുള്ള ഉപകരണങ്ങളൊക്കെ പലതും നമ്മൾ കണ്ടെത്തിയിട്ടുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള ആളുകളൊക്കെ പ്രത്യേകം നമ്മൾ കെയർ ചെയ്തിട്ടില്ലെങ്കിൽ അവർക്കത് കേൾക്കാനും സംസാരിക്കാനൊക്കെ അവർക്ക് ബുദ്ധിമുട്ടായിരിക്കും. ഇത്രയാണ് ഈ ചാപ്റ്ററിൽ നമുക്ക് പഠിക്കാനുള്ളത്. അപ്പോൾ ഇത്രയും കാര്യങ്ങളൊക്കെ നോക്കുക. എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ അത് ക്ലിയർ ചെയ്യാം. ഇതിൽ ചില എക്സ്പീരിയൻസ് ഒക്കെ പറയുന്നുണ്ട്, കഴിയുന്ന എക്സ്പീരിയൻസ് ഒക്കെ ചെയ്ത് നോക്കണം.